അൻവറുടെ ആരോപണത്തിന് ഉത്തരം പറയേണ്ടത് CPM അല്ലേ? CPMൻ്റെ 8 വർഷക്കാലം CPMൻ്റെ MLA, CPMൻ്റെ ചാവേറായിട്ട് നടന്ന അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് CPM ആണ്. മുഖ്യമന്ത്രി തന്നെ അൻവറെ സംബന്ധിച്ചും അൻവറുടെ കൂട്ടാളികളെ സംബന്ധിച്ചും പറഞ്ഞു. കാരണം ഈ അൻവറുടെ ഇപ്പോഴത്തെ ഉള്ള പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും ആരോപണങ്ങളും എല്ലാം പിന്നിൽ CPMനകത്തെ സ്വർണ്ണക്കള്ളക്കടത്തുകാരും സ്വർണ്ണം പൊട്ടിക്കലുകാരും തമ്മിലുള്ള തർക്കമാണ്. ഇതിൽ BJPക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കാരണം ഞങ്ങളിവിടെ കാലാകാലങ്ങളായിട്ട് മത്സരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളായിട്ട് വരുന്നത് UDFും LDFാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ അറിയാൻ കഴിയും. CPM വളരെ താഴോട്ട് പോയിട്ടുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ അറിയാം, ആ വോട്ടുകളെല്ലാം അനുകൂലമായി പോയിട്ടുള്ളത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ വിജയിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചത് CPMൻ്റെ നേതാക്കളാണ്, UDFിൻ്റെ നേതാക്കളെക്കാളും. CPMൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള AK ബാലൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഷാഫി പറമ്പിലിനെ അനുമോദിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ടുള്ള FB പോസ്റ്റ് അടക്കം CPM നേതാക്കളിട്ടാണ്. DYFയുടെ പ്രവർത്തകർ മധുരപലഹാരം പോലും വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പരിശോധിച്ചാൽ അറിയാം, CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള ശ്രീ വിജയരാഘവൻ മത്സരിച്ചിട്ട് പോലും CPMൻ്റെ വോട്ട് ബാങ്കിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം അനുകൂലമായിട്ട് പോയത് UDFനാണ്. അപ്പോൾ ഇവിടെ CPMൻ്റെ കാലാകാലങ്ങളായിട്ടുള്ള ഉത്തരവാദിത്വം UDFനെ വിജയിപ്പിക്കുക എന്നുള്ളത്. ഇവരിവിടെ ഇന്ത്യസഖ്യമാണ്. ഇവിടെ BJPയെ പരാജയപ്പെടുത്താൻ, BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ BJPയെ പരാജയപ്പെടുത്താനായിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അവർ ഒറ്റക്കെട്ടാണ്. അതിന് ഞങ്ങളുടെ BJP CPM ബന്ധമല്ല, പാലക്കാട് നടക്കുന്നത് UDF CPM ബന്ധമാണ് കാലാകാലങ്ങളായിട്ട്. പാലക്കാട് മെട്രോമാൻ ശ്രീധരൻ സാറെ പരാജയപ്പെടുത്തിയിൽ നിന്ന് പാലക്കാട്ടുകാർ ദുഃഖിക്കുക. കാരണം കഴിഞ്ഞ 3 ടേം MLA ആയിരുന്ന ഷാഫി പറമ്പിൽ പരിപൂർണമായിട്ടുള്ള പരാജയമാണ്. തുടങ്ങി വെച്ച ഒരു പദ്ധതികൾ പോലും പൂർത്തീകരിക്കാൻ 3 ടേമായിട്ട് സാധിച്ചിട്ടില്ല. മെഡിക്കൽ കോളേജ് പാതി വഴിയിൽ, മുനിസിപ്പൽ ടൗൺ ഹാൾ പൊളിച്ചിട്ടു, അത് പാതി വഴിയിൽ. അദ്ദേഹത്തിന് എടുത്തു പറയാനുള്ള ഒരു നേട്ടവുമില്ല. സാധാരണ ഒരു MLA ചെയ്യുന്ന വികസന പ്രവർത്തനത്തിന് അപ്പുറം പാലക്കാടിനായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. തുടങ്ങി വെച്ചത് പാതി വഴിയിലിട്ടിരിക്കുക. മെട്രോമാൻ ഇവിടെ വിജയിച്ചിരുന്നുവെങ്കിൽ പാലക്കാടിൻ്റെ മുഖച്ഛായ മാറുമായിരുന്നു. അതേസമയത്ത് ഞങ്ങൾ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള നേട്ടങ്ങൾ, 2015 മുതൽ കൊണ്ടുവന്നിട്ടുള്ള നിരവധി പദ്ധതികൾ, പാലക്കാടിൻ്റെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള അമൃത് പദ്ധതി ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പാലക്കാട് BJPയുടെ MLA വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മോദി സർക്കാരിൻ്റെ നിരവധി പദ്ധതികൾ, ഇപ്പോൾ കഞ്ചിക്കോട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അനുകൂലമാണ്. പാലക്കാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആണ് 2ാം സ്ഥാനം വന്നിരിക്കുന്നത് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ. തീർച്ചയായിട്ടും പാലക്കാടിലെ ജനങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് പാർട്ടിയുടെ സെൻട്രൽ പാർലമെൻ്ററി ബോർഡാണ് തീരുമാനിക്കുന്നത്. പാർട്ടിയുടെ ഏറ്റവും വിജയസാധ്യതയുള്ള ആളായിരിക്കും പാലക്കാട് സ്ഥാനാർത്ഥിയെ വരിക. പാർട്ടിയുടെ മുഴുവൻ ആളുകളും, ഞാനടക്കമുള്ള മുഴുവൻ പ്രവർത്തകരുടെ ഉത്തരവാദിത്വം BJP ഇത്തവണ NDA സ്ഥാനാർത്ഥി ഇവിടെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി തീരുമാനിക്കുന്ന എന്തും പാർട്ടിയുടെ ഒരു പ്രവർത്തനം എന്നുള്ളതിൽ എനിക്കത് അംഗീകരിക്കാൻ കഴിയൂ.